അമ്മേമോള് ഉടുത്തൊരുങ്ങി ടാറ്റം പോകാൻ നിൽക്കുന്നത് നമ്മുടെ യാൺ പർച്ചേസിന്റെ ദിവസമാട്ടോ. നമുക്ക് കുറച്ചേറെ ഓർഡർ തീർക്കാനുണ്ട്. അതിന് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണം. നമ്മൾ ഇന്നൊരു പുതിയ ഷോപ്പിലാണ് പോകുന്നത്. അത് കുറച്ച് ദൂരെയാണ്. നമ്മൾ സ്ഥിരം പോകുന്ന കടക്കാരൻ ഇന്ന് തുറക്കും നാളെ തുറക്കും എന്ന് പറയുന്നല്ലാതെ ആളൊരു കൃത്യത പറയുന്നില്ല. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിനോട് നമ്മൾ വാക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാണ് പോകുന്നത്. നമ്മളെ കണ്ട ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ തോന്നുമല്ലോ, എന്തൊരു കോയിൻസിഡൻസ് എന്ന് വിചാരിച്ചപ്പോഴാണ് എന്റെ കെട്ടിയോൻ പറയുന്നത് അങ്ങനെ അറിഞ്ഞ ചുമല കിട്ടേന്ന്. മനപ്പൊരുത്തമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് റൊമാൻറ്റിസൈസ് ചെയ്യാൻ പോയാൽ ഞാൻ ആരായി. പിന്നെ ലൊക്കേഷൻ ചോദിക്കുന്നവരോട് ഇത് നാട്ടിലല്ല ഡൽഹിയിലാട്ടോ. അങ്ങനെ നമ്മൾ തപ്പിപ്പിടിച്ച് സ്ഥലത്തെത്തി കേട്ടോ. എന്ത് വെറൈറ്റി ഉണ്ടായെന്നറിയാവോ. സാധാരണ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ആക്രാന്തം മൂത്ത് വാരിക്കൊരുന്ന, പക്ഷെ ഇത്തവണ പൈസ ഇല്ലാത്തതുകൊണ്ടും കൃത്യമായ ഒരു ആവശ്യമുള്ളത് കൊണ്ടും കണക്കനുസരിച്ച് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ യാൺ പർച്ചേസ് ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ് നമ്മളങ്ങനെ ഒരു കവർ യാണുമായിട്ട് തിരിച്ചു പോന്നു. പക്ഷെ വഴി വെച്ച് കുഞ്ഞു പെണ്ണിനെ പോളിയോ കൊടുക്കുന്നവർ പിടിച്ചു കേട്ടോ. കഴിഞ്ഞ സൺഡേ ആയിരുന്നേ പോളിയോ ദിനം, വന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇന്നൊരു മെട്രോയുടെ അവിടെ വെച്ച് കണ്ടപ്പോൾ നമ്മളെ അങ്ങോട്ട് വിളിച്ച് പോളിയോ തന്നു കേട്ടോ. ജയനങ്ങ് ആശ്വാസമായി. ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കാണ് ഇതാണ് മോസ് സ്റ്റിച്ച് അല്ലെങ്കിൽ ലിനൻ സ്റ്റിച്ച് എന്ന് പറയുക.